ഇന്നിപ്പം കറി വെക്കാൻ പോകുന്നത് ഒരു ചൂതമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചൂതമീനാണ് കറി വെക്കുന്നത്. ഇതിന് വേറുള്ളിടത്ത് ചൂര എന്നൊക്കെ പറയും, കോഴിക്കോട് ഭാഗത്തൊക്കെ ചൂതയെന്നും പറയും. അപ്പൊ ഇത് നമുക്കിന്ന് കറി വെക്കാവേ. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. അപ്പൊ ചൂതമീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാവേ. അപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവയാണ്, പച്ച ഉലുവയെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരട്ടെ. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് വെളുത്തുള്ളിയാണ്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതായിട്ട് ചേർക്കുമ്പോൾ മീൻ കറിക്ക് വെളുത്തുള്ളി പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചതച്ചാണ് എടുത്തേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച്. ഇനി അടുത്തത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് രണ്ടായിട്ട് കീറിയത്, നല്ല എരിവുള്ള പച്ചമുളക്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ മണം മാറി വന്ന് വേറൊരു സ്മെല്ലാവും. ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മീൻ്റെ അളവിനനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടെ. മുളക് പൊടി എണ്ണയിൽ കിടന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വാടി വരണം. ഇനി നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നേ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പുളി ചേർത്ത് കൊടുക്കാം. പുളി കുറച്ച് നേരമായി ഞാൻ വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂരയ്ക്ക് ഒരു പുളിരസം ഉള്ളതാണ്, ഒരു പുളിപ്പുള്ളതാ ചൂരയ്ക്ക്. കറി വയ്ക്കുമ്പോൾ അതറിയാം. അതുകൊണ്ട് ഒരുപാട് പുളി വാരിയിടരുത്, കുറച്ച് പുളി ഇട്ടിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മല്ലിപ്പൊടി ഒരു ശകലം പോലും ഞാൻ ചേർക്കത്തില്ല. ഈ കറിയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കേടാവാതിരിക്കും. ഒരുപാട് തവിയിട്ട് അലമ്പി എടുക്കരുത്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഒന്ന് ആവശ്യം കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുകയോ ഒന്നും വേണ്ട, അഴുക്കാവത്തതേ ഇല്ല. അപ്പൊ അരപ്പൊക്കെ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാവേ. മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നല്ല തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൂത മീൻകറി റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തു, കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്.
ഇനി നമുക്കിതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പാകത്തിന് എല്ലാ ചേരുവകളും ഉണ്ട്. മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഇന്നല്ല നാളെ എടുക്കണം. തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കൂട്ടിയാൽ കഷ്ണത്തേലൊക്കെ എരിയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ മീൻകറി ആയിട്ടിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.